ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ജിദ്ദയിലൂടെ കറക്കമെന്ന നമ്മുടെ യൂട്യൂബ് പ്രോഗ്രാമിൻ്റെ ഒരടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ജിദ്ദയിൽ നിന്ന് പോകുന്നത് ഷാറ ഫലസ്തീൻ റോഡിൽ കൂടി നേരെ നമ്മൾ പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് ഒന്ന് ലീവിന് നാട്ടിലേക്ക് പോവുകയാണ്. ലീവിനല്ല, എക്സിറ്റിൽ നാട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിനെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്ന വഴിയാണിത്. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് ആ വീഡിയോയിലെ കാഴ്ചകളെല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ചു. അതിലേക്കുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ തരീഖ് മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ഷാറ ഫലസ്തീൻ റോഡിൽ കൂടി നേരെ ഷാറ സിത്തീൻ, അവിടുന്ന് നേരെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാനാണ് പരിപാടി. ഇവിടുന്ന് ഏകദേശം പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് സമയം മാത്രമേ പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്കുള്ളൂ. പഴയ എയർപോർട്ടിലേക്ക് ഏകദേശം ഒരു 25 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പുതിയ എയർപോർട്ടിലെത്താം. ഏകദേശം പുതിയ എല്ലാ ഗൾഫ് എയർലൈൻസും ഇപ്പോൾ ലാൻഡ് ചെയ്ത് ഇരിക്കുന്നത് പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഫ്ലൈ എയർലൈൻസ് ആയാലും, എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റുകളായാലും, ഇത്തിഹാദിൻ്റെ ഫ്ലൈറ്റുകളായാലും, അതുപോലെ എല്ലാ ഗൾഫ് കൺട്രീസിൻ്റെ പുതിയ ഫ്ലൈറ്റുകളും ഇപ്പോൾ ലാൻഡ് ചെയ്യുന്നത് പുതിയ എയർപോർട്ടിലാണ്. പുതിയ എയർപോർട്ട് എന്ന് പറയുന്നത് ഏകദേശം 500 ഏക്കർ സ്ഥലത്ത് അതിലധികമോ അവർ പുതിയതായി പണിയിച്ച അടിപൊളി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. എല്ലാവിധ അത്യാധുനിക സൗകര്യത്തോടു കൂടിയ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അടുത്ത് തന്നെ ഗ്രീൻ ചാനലും ഇവിടെ പ്രാവർത്തികമാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷനും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സുഗമമായി പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് നമുക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയുന്നതാണ്. ഒരുപാട് ടൈം നമുക്ക് എയർപോർട്ടിൽ ചിലവാക്കേണ്ടി വരില്ല. ഇനി ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കൂടുതൽ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും എല്ലാ പരിശോധനകളും കഴിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ടെർമിനലിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്ത് എല്ലാവരും ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റുകളും അതുപോലെ തന്നെ കോഫി ഷോപ്പുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള റൂമുകളും, പ്രയർസ് റൂമുകളും, ഫീഡിങ് റൂമുകളും എല്ലാം തന്നെ അവർ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അവിടത്തേക്ക് പോകുന്ന വെഹിക്കിളിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു കാഴ്ചയാണ് ഗൈസ്. റോഡിൻ്റെ രണ്ട് വശത്തും നല്ല മരങ്ങളും അതുപോലെ തന്നെ പനകളും എല്ലാം അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കാർ കുറച്ച് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാഴ്ചകൾ വളരെ വ്യക്തമായി കാണാൻ കഴിയാത്തത്. തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മുടെ ചാനൽ വീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ നമുക്ക് ഷെയറായും കമൻറ്റായും സബ്സ്ക്രൈബായും നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ കമൻറ്റായി താഴെ രേഖപ്പെടുത്തണം. അതിൽ നിന്നുള്ള വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ എല്ലാ വീഡിയോയിലും മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജിദ്ദയുടെ പല സ്ഥലങ്ങളിലുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ജോലിയുടെ പരമാവധി സമയം എടുത്ത് നമ്മൾ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അതിന് നിങ്ങൾ ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കെല്ലാം നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെപ്പോലുള്ള പുതിയ യൂട്യൂബേഴ്സിന് തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. അതുകൊണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പ്ലാറ്റ്ഫോം നല്ലൊരു മത്സരമുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായും പുതിയ യൂട്യൂബേഴ്സ് ഇനിയും കടന്നു വരണം. എല്ലാ പുതിയ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ജനങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ഷാർ സിറ്റി റോഡിലേക്ക് ഏകദേശം കടന്നിരിക്കുകയാണ്. ഇവിടെ വലത്ത് കാണുന്ന ഒരു വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. കുറച്ചുകൂടി മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ സിറ്റി മാക്സിൻ്റെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ ഉണ്ട്. അവിടെ എല്ലാവിധ ഡ്രസ്സ് ഐറ്റംസുകളും, സിറ്റി മാക്സ് നമ്മുടെ ഇന്ത്യൻ ഷോപ്പാണ്. അവിടെ എല്ലാവിധ ചുരിദാറുകളായാലും കുട്ടികൾക്കുള്ള മിഡി ടോപ്പ് അങ്ങനത്തെ എല്ലാവിധ ഐറ്റംസുകളും തന്നെ ഇവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗാർമെൻറ്റ്സ് എല്ലാ സാധനങ്ങളും നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ തീർത്തും കാണണം. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും ജിദ്ദയിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ പോയി നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇനിയും നല്ലൊരു എപ്പിസോഡുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. പ്ലീസ് സപ്പോർട്ട്. അതുപോലെ തന്നെ നമ്മൾ എയർപോർട്ട് വീഡിയോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളും കഴിയുന്ന മുറക്ക് തീർച്ചയായിട്ടും അതും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ
പുതിയ എയർപോർട്ടിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഏറ്റവും വലിയ ഒരു എന്താ പറയുക അക്വേറിയം 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ഏറ്റവും വലിയൊരു അക്വേറിയം അതിൻ്റെ അടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലുള്ള നല്ല കാഴ്ചകളും ഇനി അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനിയും ഒരു നല്ല വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ഇൻഷാ അല്ലാഹ് ടാറ്റ ബൈ ബൈ. തീർച്ചയായിട്ടും എല്ലാ സർക്കാരുകളും വിനിയോഗിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ റോഡിൽ കൂടി പോകുന്ന സൈഡിൽ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വലത്ത് സൈഡിൽ കാണുന്നത് ലെഫ്റ്റ് സൈഡിലൊരു മരുഭൂമിയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ രാജ്യത്തിൻ്റെ ഒരു 20% മാത്രം സ്ഥലമാണ് ഇപ്പോഴും പൊതുജനങ്ങൾ പാർക്കാനും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാനും വ്യവസായങ്ങൾ ചെയ്യാനും ഉപയോഗപ്പെടുത്തുന്നത്. ഈ രാജ്യത്തിൻ്റെ ഒരു 70-80% അടുത്ത് ഏകദേശം ഇപ്പോഴും മരുഭൂമിയെ കിടക്കുകയാണ്. ഇനിയും ഭാവി കാലങ്ങളിൽ തീർച്ചയായിട്ടും ഒരുപാട് വികസനങ്ങളും പദ്ധതികളും എല്ലാം ഇവിടെ വരും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ 2030 വിഷൻ 2030 എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പഴയ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് പുതിയ ബിൽഡിങ് പണിയുന്ന തിരക്കിലാണ് ഇവിടുത്തെ സർക്കാർ. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. വലുത്ത് കാണുന്നത് സിറ്റി മാക്സിൻ്റെ പുതിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. നിങ്ങൾക്ക് എന്താ സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ.